മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് റിഗ്രഷനെ കുറിച്ചാണ്. എന്താണ് റിഗ്രഷൻ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എ റിഗ്രഷൻ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം ഓഫ് ഡിറ്റർമിനിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ആൻ ഔട്ട്പുട്ട് വേരിയബിൾ വിച്ച് ഈസ് എ റിയൽ കണ്ടിന്യൂസ് വേരിയബിൾ. സാധാരണഗതിയിൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഔട്ട്പുട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾ ആണ്. ആ ഇൻപുട്ട് വേരിയബിളിന്റെ ഔട്ട്പുട്ട് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രോബ്ലം ഓഫ് ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് ആൻ ഔട്ട്പുട്ട് വേരിയബിൾ വിച്ച് ഈസ് എ റിയൽ കണ്ടിന്യൂസ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു 3 എക്സ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് us we have a 3 values x 2 4 6 y വാല്യൂസ്. അപ്പൊ ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, yയുടെ വാല്യൂ 4. ലെറ്റ് us assume that the value of y is 5 9 30. ഇനി എക്സും വൈയും തമ്മിൽ, എക്സിനെ നമ്മൾ എന്താ പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. വൈനെ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നു. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് ഈ പെർട്ടിക്കുലർ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. y is equal to 2x plus 1. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അല്ലേ. ഫസ്റ്റ് ഇതെടുക്കുക. വൈയുടെ വാല്യൂ 5 ആണ്. 5 is equal to 2 into 2 plus 1. രണ്ടാമത്തെ ഇൻപുട്ട് എടുക്കുക. 4ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ എന്താണ്? 4 into 2 plus 1, that is equal to 9. മൂന്നാമത്തെ എന്താണ്? 6 into 2 plus 1 13. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് ദിസ് ഈസ് എ സിമ്പിൾ, ഇതൊരു റിഗ്രഷൻ പ്രോബ്ലം ആണ്. ഇതിനകത്ത് ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് ദീസ് 2 പാരാമീറ്റേഴ്സ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ യൂസിങ് 2. ദിസ് ഈസ് ഓഫ് ദ ഫോം, ഈ ഇക്വേഷൻ ഏത് ഫോമിലാണ്? y is equal to mx plus c എന്ന് പറഞ്ഞ ഫോമിലാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിഗ്രഷൻ. ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് m and c so that it satisfies the relation y is equal to mx. Find the value of m and c. അപ്പോൾ ഈ റിഗ്രഷൻ പ്രോബ്ലം എന്താണ്? ഈ റിലേഷൻ എക്സും വൈയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, ആ റിലേഷൻ കണ്ടുപിടിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിനകത്ത് റിഗ്രഷൻ പ്രോബ്ലത്തിൽ പലതരത്തിലുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ആ എക്സാമ്പിൾസ്, ആ എക്സാമ്പിൾസിന്റെ റെലവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us say we want to have a system that can predict the price of a used car. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു കാറിന്റെ പ്രൈസ് കണ്ടുപിടിക്കുക. സോ പ്രൈസ് ഓഫ് എ കാർ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ഈ പ്രൈസ് ഓഫ് എ കാർ എന്ന് ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ഡിപെൻഡന്റ് വേരിയബിൾ. വി കോൾ ഇറ്റ് ആസ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇനി അതിനെന്ത് പ്രൈസ് ഓഫ് ദ കാർ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിൽ അതിന് ആ കാറിന്റെ ബ്രാൻഡ്, ഇയർ ഓഫ് മാനുഫാക്ചറിങ്, എൻജിൻ കപ്പാസിറ്റി, മൈലേജ്, ഇതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. വാട്ട് ആർ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്? ദിസ് ഈസ് ആക്ച്വലി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ y, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ആൻഡ് വി ഹാവ് എ നമ്പർ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾസ്. എന്തൊക്കെയാണ്? ബ്രാൻഡ് ഈസ് വൺ വേരിയബിൾ. ബ്രാൻഡ് ഈസ് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് അടുത്ത ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എൻജിൻ കപ്പാസിറ്റി, മൈലേജ്. ഇതൊരു റിഗ്രഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ 4 ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഒരു ഡിപെൻഡന്റ് വേരിയബിൾസും ആണ്. സോ നമ്മളിപ്പോ ഈ റിഗ്രഷൻ പ്രോബ്ലത്തിൽ എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആസ് വെൽ ആസ് ഡിപെൻഡന്റ് വേരിയബിൾസ്. സോ നമുക്ക് ഈ പ്രൈസ് ഓഫ് എ കാറിനെ നമുക്ക് എങ്ങനെ എഴുതാം?
you can write, suppose ഇതിനെ ബ്രാൻഡിനെ ഞാൻ x1 x1 x2 x3 x4 4 ആട്രിബ്യൂട്ട് ആയിട്ട് പറയുവാണെങ്കിൽ you can write the price of a car y is equal to a function of x1 x2 x3 and x4 and determining those function is a regression problem. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഈ എക്സാമ്പിളിൽ സൈറ്റ് ചെയ്യുന്നത്. So this is an example for a regression problem. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, that is a very വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ്. Let us say the second example. Consider the navigation of a mobile robot. സാധാരണ ഒരു ഓട്ടോണോമസ് കാർ ആണെന്ന് വിചാരിക്കുക, ഒരു ഡ്രൈവർ ഇല്ലാത്തൊരു കാറാണ്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഈ കേസിൽ എന്താണ്? ഔട്ട്പുട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ബൈ വിച്ച് ദ സ്റ്റിയറിംഗ് വീൽ ഷുഡ് ബി ടേൺഡ്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ആണ്, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. എത്ര ആംഗിളിൽ സ്റ്റിയറിംഗ് വീൽ തിരിക്കണം എന്നുള്ളതാണ് ഔട്ട്പുട്ട്. ഓക്കെ, സ്റ്റിയറിംഗ് വീൽ എത്ര ആംഗിളിൽ തിരിക്കണം എന്നുള്ളതാണ് ഔട്ട്പുട്ട്. വിത്തൗട്ട് ഹിറ്റിംഗ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് വിത്തൗട്ട് ഡീവിയേറ്റിംഗ് ഫ്രം ദ റൂട്ട്. അപ്പൊ കാർ ഒരു പർട്ടിക്കുലർ റൂട്ടിലൂടെ പോവുകയാണ്. റൂട്ടിലോട്ട് പോകുമ്പോൾ ആ കാറിന് അതിന് കിട്ടുന്ന ഇൻപുട്ട് എന്താണ്? അതിനകത്ത് വരുന്ന ഒബ്സ്റ്റക്കിൾസ്, തടസ്സം, വഴിയിൽ വരുന്ന തടസ്സങ്ങളെല്ലാമാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ആ ഇൻപുട്ട് ആരാ കൊടുക്കുന്നത്? ദ ഇൻപുട്സ് ആർ പ്രൊവൈഡഡ് ബൈ ദ സെൻസേഴ്സ് ഓൺ ദ കാർ ലൈക്ക് വീഡിയോ ക്യാമറ, GPS ആൻഡ് സോ ഫോർത്ത്. അതായത് എന്തൊക്കെ ഇൻപുട്ട്, ഏത് ഡയറക്ഷനിൽ പോകണമെന്നുള്ളത് GPS തരും. കൂടാതെ അതിന് വീഡിയോ ക്യാമറ സെൻസേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് അതിന്റെ ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ പൊസിഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആംഗിളിൽ ഈ സ്റ്റിയറിംഗ് തിരിക്കണം, ആ തിരിക്കുന്ന ആംഗിളിൽ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും വണ്ടി ആ ഒബ്സ്റ്റക്കിളിൽ തട്ടാതെ ആ പാത്ത് ഡീവിയേറ്റ് ചെയ്യാതെയും അത് നമ്മൾ പോകുന്ന റൂട്ട് ഡീവിയേറ്റ് ചെയ്യാതെയും പോകണം. അപ്പൊ ദാറ്റ് ഈസ് എ റിഗ്രഷൻ പ്രോബ്ലം. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ആംഗിളിൽ സ്റ്റിയറിംഗ് തിരിക്കണം എന്നുള്ളതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയസ് ഒബ്സ്റ്റക്കിൾസ്. അതിന്റെ പൊസിഷൻസ്, ഒബ്സ്റ്റക്കിൾസിന്റെ പൊസിഷൻ എക്സെട്ര ആണ് ഇൻപുട്ട് വരുന്നത്. ഈ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് ഹൗ മച്ച് തീറ്റ വി ഹാവ് ടു സ്റ്റിയറിംഗ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. ഇതാണ് ഒരു പ്രോബ്ലം. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിഗ്രഷൻ പ്രോബ്ലം. സോ ഈ രണ്ട് എക്സാമ്പിളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് റിഗ്രഷൻ എന്താണ്, റിഗ്രഷൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വേരിയസ് റിഗ്രഷൻ മോഡൽസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ റിഗ്രഷനെ പല രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഒരേ കാര്യം തന്നെയാണ്. ദർ വിൽ ബി എ സെറ്റ് ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ, എ സിംഗിൾ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉപയോഗിച്ച് ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുമെന്നതിനെ കുറിച്ചുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയാണ് റിഗ്രഷൻ മോഡൽ ചെയ്യുന്നത്. ഏത് റിഗ്രഷൻ മോഡലാണെങ്കിലും അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ പോപ്പുലർ സച്ച് ക്ലാസിഫിക്കേഷൻ is called as linear regression, simple linear regression. This is one mode. In simple linear regression, there is only one independent variable x, and the relationship between x and y is modeled by the relation y is equal to a plus bx. അതായത് സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ എന്താണ്? ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളെ കാണത്തുള്ളൂ. ദർ വിൽ ബി ഓൺലി സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒറ്റ ഫീച്ചറെ കാണത്തുള്ളൂ. ആ ഫീച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വാല്യൂ കാണും, y കാണും. ഈ ഫീച്ചറും വൈയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇക്വേഷൻ ഓഫ് ദിസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് a പ്ലസ് y is equal to a plus bx. This is an example of a simple regression. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സ് വൈ, നമ്മൾ കുറെ ഡാറ്റ പോയിന്റ്സ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പ്ലോട്ട് ചെയ്യുവാണ്. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റിഗ്രഷനെ സംബന്ധിച്ച്, സിമ്പിൾ ലീനിയർ റിഗ്രഷനെ യു ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് കണക്ട്സ് ഓൾ ദീസ് ഡാറ്റ പോയിന്റ്സ്. അപ്പോൾ
ഇതിനകത്ത് കിട്ടുന്ന വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് y ടച്ച് ചെയ്യുന്നത് ദിസ് y ഇന്റർസെപ്റ്റ് ആണ്. ദിസ് ഈസ് ആക്ച്വലി ദി വാല്യൂ ഓഫ് എ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? ബി എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ്. ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി എക്സ്. അപ്പോൾ ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി so that it should satisfy it should be in the form y is equal to a plus bx എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. That is the case of a simple linear regression. This is an example for a simple linear regression. ഇതിനകത്ത് ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളെ കാണത്തുള്ളൂ, കൂടാതെ ഒരു സിംഗിൾ ഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഉണ്ടാകുന്നത്. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷന് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് കാണും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ നോക്കാം. പ്രെഡിക്റ്റ് ദ പ്രൈസ് ഓഫ് എ കാർ. ഇതിനകത്ത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദ കാർ ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാൻഡ്, ഇയർ, എഞ്ചിൻ കപ്പാസിറ്റി, മൈലേജ്. അപ്പൊ 4 ഡിഫറെന്റ് ഇൻപുട്സ് ഉണ്ട്. ഈ 4 ഡിഫറെന്റ് ഇൻപുട്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ കാറിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ പ്രൈസ് ഓഫ് ദ കാർ y ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് y ഈസ് ഈക്വൽ ടു a1 a0 പ്ലസ് a1 x1. 4 വേരിയബിൾ ആണ്, ഇങ്ങനെ എഴുതാം. a0 പ്ലസ് a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4. Finding the values of a1, a2, etc. up to a4 is the tree. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം? യു ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് a1 എത്രയാണ്, a0 എത്രയാണ്, a1 എത്രയാണ്, a2 എത്രയാണ്, a3 എത്രയാണ്, a4 എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു a0 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ y ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കാറിന്റെ പ്രൈസ് ഓഫ് എ കാർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് 4 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, namely the model of the car, year of manufacturing, mileage and other features. അപ്പൊ അങ്ങനെ 4 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 ഫീച്ചേഴ്സ് ആണ് x1, x2, x3, x4 എന്ന് പറയുന്നത്. ഈ x1, x2, x3, x4 എങ്ങനെ ഔട്ട്പുട്ടായിട്ട് ബന്ധപ്പെടുന്നതിന് നമ്മൾ എന്താണ്? യു ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് a0, a1, a2, a3 and a4 that satisfies the equation y is equal to a0 plus a1 x1 plus a2 x2 plus a3 x3 plus a4 x4. This is the example for a multiple regression example. അപ്പൊ ഇതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു റിഗ്രഷൻ മോഡലാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇൻ പോളിനോമിയൽ റിഗ്രഷൻ there will be only one variable and the relationship between x and y be modeled as. ഇതിനകത്ത് സിമ്പിൾ ലീനിയർ റിഗ്രഷനും പോളിനോമിയൽ റിഗ്രഷനിലും ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ. ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് എങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റും? y is equal to a1 x plus a2 x raised to 2 plus a3 x raised to 3 plus an x raised to n. ഇതിനകത്ത് മറ്റേനകത്ത് ലീനിയർ മൾട്ടിപ്പിൾ റിഗ്രഷനിലെ ലീനിയർ അല്ലെങ്കിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ എക്സ് ഒരു സിംഗിൾ പവറിലാണെങ്കിൽ ഇത് മൾട്ടിപ്പിൾ പവേഴ്സിലായിരിക്കും പോളിനോമിയൽ റിഗ്രഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പോളിനോമിയൽ റിഗ്രഷന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ പോലെ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ പറഞ്ഞ പോലെ there will be only a single value of x and the value of y is calculated based on so the equation is somewhat looks like this. ഇതൊരു പോളിനോമിയൽ റിഗ്രഷന്റെ ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഓരോ പോയിന്റും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഈച്ച് പോയിന്റ്? y1 is equal to, you can write it as y1 is equal to a0 plus
a1 into ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1 ഇതാണെന്ന് വിചാരിക്കുക. സോ ലെറ്റ് us assume that we have the x1, this is x1. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? a1 into x plus a2 into x squared plus a3 into x cube. ഇതൊരു പോളി, അങ്ങനെ നമുക്ക് പ്ലസ് എക്സെട്ര എക്സെട്ര അപ് ടു an into x raised to n വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിന്റെ അത് എത്രയാണ്? അപ്പോൾ ഇതിന്റെ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? n ഉള്ള പോളിനോമിയലാണ്. ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ഡിഗ്രി വേണമെങ്കിൽ നമ്മൾ എന്താണ്? we will rewrite this somewhat like this, like y is equal to the output. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് y, ഈ y നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? So let us assume that it is y1. So y1 can be written as a0 plus a1 x1 plus a2 x1 square. ഇങ്ങനെ എഴുതാം. ഇനി y2 ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. Let us assume that we have a point here. This is, you can say that this is y2 and this is x1 x2. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? y2 can be written as y2 is equal to, you can find out the value of a0 plus a1 into x2 plus a2 into x2 square. കൊടുത്തു കഴിഞ്ഞാൽ you will get the value of y2. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ എന്താ പോളിനോമിയൽ റിഗ്രഷൻ. ഇതിനകത്ത് ഒറ്റ വാല്യൂ ഓഫ് എക്സ് ഉണ്ടാകുന്നത്. there will be only single value of x. അപ്പോൾ സിമ്പിൾ ലീനിയർ റിഗ്രഷനും പോളിനോമിയൽ റിഗ്രഷനും ഒറ്റ വാല്യൂ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളെ ഉണ്ടാവുകയുള്ളൂ. whereas മൾട്ടിപ്പിൾ റിഗ്രഷനിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടാകും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാകും. ഇനി next, the last regression model is called as logistic regression. This is again another regression model which we are going to explain. In logistic regression is used usually when the dependent variable is binary 0, 1, true, false or yes, no. അപ്പോൾ ശരിക്കും ഇതിന്റെ ലോജിസ്റ്റിക് റിഗ്രഷനിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്തായിരിക്കാം? ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. y വാല്യൂ വിൽ ബി either 0 or 1, or it may be either true or false, or it may be yes or no. ഇതായിരിക്കും അതിന്റെ വാല്യൂ. ഇതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കാം ക്ലാസിഫൈ ചെയ്യാനായിട്ട്. സിംഗിൾ മൾട്ടി ക്ലാസ് അല്ല, സിംഗിൾ ക്ലാസിഫിക്കേഷൻ, എസ് ഓർ നോ ക്ലാസിഫിക്കേഷന് നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കാം. ഈ ലോജിസ്റ്റിക് റിഗ്രഷന്റെ പ്രത്യേകതയാണ് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരാം. അതിനകത്ത് നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. പ്രോബബിലിറ്റി വാല്യൂ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ്, ഒരു ത്രഷോൾഡ് ലിമിറ്റ് കൊടുക്കും പ്രോബബിലിറ്റി വാല്യൂ. ആ ത്രഷോൾഡ് ലിമിറ്റിന് മേളിൽ വരികയാണെങ്കിൽ, പ്രോബബിലിറ്റി വാല്യൂ വരികയാണെങ്കിൽ എന്ത് പറയുന്നു? അപ്പൊ ഇതിനകത്ത് ഓരോ ഡാറ്റ പോയിന്റ്സും നമ്മളൊരു റാൻഡം വേരിയബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ ഈച്ച് ഡാറ്റ പോയിന്റ്സ് ഈസ് അസ്യൂംഡ് ആസ് എ റാൻഡം വേരിയബിൾ. Assumed as a random variable. These are assumed as a random variable. അതിനകത്ത് xi എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കും. ആ പ്രോബബിലിറ്റി വാല്യൂവിന് ഒരു ത്രഷോൾഡ് കൊടുക്കും. ആ ത്രഷോൾഡിന് മേളിലാണെങ്കിൽ, സപ്പോസ് നമുക്കൊരു നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ സെറ്റ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് എ സ്റ്റാൻഡേർഡ് ഫോർമുല. ഇഫ് യു ഹാവ് ദ വാല്യൂ ഓഫ് ദിസ് സിഗ്മ ആൻഡ് മ്യൂ, ഇഫ് ഇറ്റ് ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിഗ്മ ആൻഡ് മ്യൂ. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഒരു ത്രഷോൾഡ് വാല്യൂയേക്കാളും മേളിലാണെങ്കിൽ നമുക്ക് പറയാം it will output binary 0, ഒരു ത്രഷോൾഡ് ബൈനറി 1, ത്രഷോൾഡ് വാല്യൂയേക്കാളും കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബൈനറി 0. ആ രീതിയിൽ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനുള്ള പ്രോബബിലിറ്റി വാല്യൂ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ലോജിസ്റ്റിക് റിഗ്രഷനിൽ യു ഫൈൻഡ് ഔട്ട് എ ത്രഷോൾഡ് പ്രോബബിലിറ്റി വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ത്രഷോൾഡ് പ്രോബബിലിറ്റി വാല്യൂ. ആ പ്രോബബിലിറ്റി വാല്യൂ എന്താണ്?
പ്രോബബിലിറ്റി വാല്യൂ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ ഏതാണെന്ന് പറയും, കണ്ടുപിടിക്കും. ഇഫ് ഇറ്റ് ഇസ് എ പോയിസൺ ഇൻ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പി വാല്യൂ, ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ. പിന്നെ if it is a Bernoulli's type of thing, you have to find out the value of the probability value, and if it is a normal distribution, you will find out the value of mu and sigma such that the maximum likelihood occurs. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ദീസ് ആർ ദ 4 റിഗ്രഷൻ മോഡൽസ്. ഇനി നമ്മൾ ഇനി ഈ റിഗ്രഷൻ മോഡൽസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിൽ ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഇനി അടുത്ത ഓരോ ഇതിൽ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഇനി പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. ഓക്കെ, സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഫോം എന്തായിരിക്കും? y is equal to f of x plus epsilon. അതെന്താണെന്നുള്ള കാര്യം പറയാം. y is the sum of the function fx and some random error denoted by epsilon. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാ റിഗ്രഷൻ മോഡൽ എഴുതുന്നത്? y is equal to നമുക്ക് എങ്ങനെ എഴുതാം? a plus b into x. ചിലവര് നമുക്ക് ഇങ്ങനെ എഴുതും ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. y is equal to alpha plus beta into x. ഈ ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറെ എക്സിന്റെ വാല്യൂസ് ഉണ്ട്. എക്സ് വാല്യൂസ് x1 x2 എക്സെട്ര അപ് ടു xn. ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ, ഒറ്റ ഫീച്ചറേ ഉള്ളൂ. അങ്ങനെ n എക്സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ വാല്യൂസ് x1 x2 എക്സെട്ര അപ് ടു xn ആണെന്ന് ഇരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂസ് y1 y2 എക്സെട്ര അപ് ടു yn ആണെങ്കിൽ, ഓക്കെ, ഇതിനകത്ത് ഈ ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഒന്നെന്ന് പറയുന്നത് ഈ ഹോളോ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ദി ആക്ച്വൽ വാല്യൂ. നമ്മൾ ഇതിനകത്ത് നോക്കാം. ഇപ്പം ഈ താഴെ നിൽക്കുന്ന ഈ സോളിഡ് പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഈ സോളിഡ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പർട്ടിക്കുലർ x1ന്റെ വാല്യൂവിൽ ആക്ച്വൽ കിട്ടിയ ഔട്ട്പുട്ട്. ഓക്കെ, ഇത് എന്താണ് ആക്ച്വൽ കിട്ടിയ ഔട്ട്പുട്ട്. ഈ സോളിഡ് അല്ലാത്ത ഹോളോ ആയിട്ടുള്ള ഇത്, ദിസ് ഈസ് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ഹോളോ റെഫേഴ്സ് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ഇനി ഈ ഡോട്ടഡ്, അതായത് കളേർഡ് ആയിട്ടുള്ള ഡോട്ട്സ്, അതായത് ഹോളോ അല്ലാത്ത ഡോട്ട്സ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്കറിയാം ദിസ് ഈസ് ദി ആക്ച്വൽ ഔട്ട്പുട്ട്, മേളിലുള്ളത് ആക്ച്വൽ ഔട്ട്പുട്ട്, ഇത് പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആക്ച്വലി ഈ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് ആൻ എപ്സിലോൺ. ദിസ് ഈസ് ദി എറർ. ഇതിനകത്ത് പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദിസ് ഈസ് ദി എറർ. ഇതിനകത്ത് പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദിസ് ഈസ് ദി എറർ. അപ്പോൾ ഇതിനകത്ത് സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഈ എറർ മിനിമം ആയാൽ മാത്രമേ, ഈ എറർ മിനിമം ആവണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിന്റെ റിഗ്രഷൻ ലൈനുമായിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ക്ലോസ് ആയിട്ടിരിക്കണം. ഈ ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല. പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടിരിക്കണം. അപ്പോൾ ദാറ്റ് മീൻസ് ഈ എറർ മിനിമം ആണെങ്കിൽ എന്താണ്? പ്രെഡിക്റ്റഡ്, ഐഡിയൽ കേസിൽ എന്താണ്? പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും സെയിം ആയിരിക്കണം. അതിൽ ചെറിയ വ്യത്യാസം വരാം റിഗ്രഷനിൽ. ആ വ്യത്യാസം വളരെ മിനിമം ആകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് ലൈനും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഒരു മോഡൽ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് വി വിൽ എസ്റ്റിമേറ്റ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? y ഇന്റർസെപ്റ്റ് ആണ്. ഈ കേസിൽ ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ആൽഫ. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദാറ്റ് ലൈൻ. ആ ലൈനിലെ ഓരോ പോയിന്റ്സിന്റെ സ്ലോപ്പ്, വിച്ച് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ദാറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, നമ്മുടെ പ്രോബ്ലം എന്താണ്? We have to find out a linear regression model such that
this error is minimum. Error minimum ആകണം. എറർ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനിൽ നമ്മൾ എന്താ പറഞ്ഞു, നമ്മളൊരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പറഞ്ഞു, പ്രോബബിലിറ്റി മാക്സിമൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു, എന്നിട്ടാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിനകത്ത് നമ്മൾ ആ സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ എററിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, എററിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതിന്റെ എറർ മിനിമം ആക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ആ പെർട്ടിക്കുലർ ഇക്വേഷനെ നമ്മൾ അതിനകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി മിനിമം എറർ. സോ ലെറ്റ് us see how exactly it will work. ഇതിനകത്ത് നമ്മൾ പറയുന്നു let x1 etc. up to xn be a random sample of observations of an input variable x, and y1 etc. to yn is the corresponding observed value of the output variable y, using the assumption that error follows normal distribution, and applying the maximum likelihood estimation to estimate the values of the parameter theta. It can be shown that the value of theta which maximizes the likelihood function are the value of theta that minimizes the following sum of the squares. Okay, അപ്പോൾ error theta എന്ന് പറഞ്ഞാൽ എന്താണ്, actual value minus observed value അതിന്റെ സ്ക്വയർ. ജി ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. യു ഹാവ് എ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് y. Let us assume that y cap എന്ന് പറഞ്ഞതാണ്, this is the predicted value and this is the actual value. This is the predicted value yi. Okay, yi is the predicted value and this is the actual value. അപ്പോൾ ഇതിന്റെ എറർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ എക്സാമ്പിൾ എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട്, we have 1 2 3 4 ഡാറ്റ പോയിന്റ്സ്. ഇതിനകത്ത് ഓരോ ഡാറ്റ പോയിന്റ്സിനകത്ത് yi മൈനസ് y ക്യാപ് ദ ഹോൾ സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇതിന്റെ സമ്മാണ്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ പോയിന്റ് എടുക്കാം. സോ ലെറ്റ് us take the next data point. This is we can call it as, this is, I will just rewrite it once again. ഇത് വെച്ചിട്ട് ഞാൻ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡാറ്റ പോയിന്റിൽ ഈ കളേർഡ് ആയിട്ടുള്ള പോയിന്റ് എന്താ പറയുന്നത്, വിച്ച് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ദി പ്രെഡിക്റ്റഡ് വാല്യൂ. ഇതിന് കറസ്പോണ്ടിങ്, ഈ ഡാറ്റ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് ആക്ച്വൽ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറയും. ഹോളോ ആയിട്ടുള്ളതിന് ആക്ച്വൽ വാല്യൂ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്, ദിസ് ഈസ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ. കളേർഡ് ആയിട്ടുള്ള ഡോട്ടിന് അതിനെ നമ്മൾ yi എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ആക്ച്വൽ വാല്യൂ. ദിസ് ഈസ്, ഇതിനെ നമ്മൾ yi എന്ന് പറയും, y1 എന്ന് കൊടുക്കാം. y1ഉം y1 ക്യാപ്പ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എ സെക്കൻഡ്. രണ്ടാമത്തെ ഡാറ്റ പോയിന്റ് നോക്കുവാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ലൈക്ക് ഇതിന്റെ this is actually the actual value. Actual value എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു, which is we call it as y, let us denoted as y2 cap, and actual value എന്ന് പറയാനായിട്ട് you can write predicted value എന്ന് പറയാനായിട്ട് we can do it as y2. Similarly you can write y3 as well as. അപ്പോൾ നമ്മൾ ഇതിന്റെ എററിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എറർ ഇസ് ഈക്വൽ ടു y1 മൈനസ് y1 ക്യാപ് ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y2 മൈനസ് y2 ക്യാപ് ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് y3 മൈനസ് y3 ക്യാപ് ദ ഹോൾ സ്ക്വയർഡ് plus y4
minus y4 cap the whole square. ഇതാണ് ശരിക്കും ആക്ച്വലി ഇതിന്റെ എറർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ I is equal to 1 to 4 yi minus yi cap the whole square എന്ന് പറയാം. This is the value of the error. ഇനി n data points ഉണ്ടെങ്കിൽ you can write it like this. You can write it like this. Sigma I is equal to 1 to n yi minus yi cap the whole square, where yi is the predicted value and yi cap is the actual value. So these two things you can use. അപ്പോൾ ഇതേ കൺവെൻഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ എറർ മിനിമം ആക്കണമെങ്കിൽ you have to write the partial derivative of this. ഇതിന്റെ partial derivative കണ്ടുപിടിച്ച് that is equated to 0 ആണ് ഇതിന്റെ എറർ മിനിമം ആകുന്നത്. So we have to estimate the value of these alpha and beta. We have to find the value of this alpha and beta, and let us see how exactly it will work in the coming session. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Okay. The method of finding the value of theta as the value of theta that minimizes E of theta is known as ordinary least square methods. ഇതിനെ നമ്മൾ പറയുന്നത് ordinary least square method ആണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? y-നെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്ന് എഴുതാം. yi ക്യാപ്പിനെ നമുക്ക് എങ്ങനെ ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ. Ordinary used to find the optimal values of this. The value of y-intercept and slope so as to minimize the sum of the square, that is sum of the squares of the vertical distance between the predicted y value and the actual y value. ഞാൻ നേരത്തെ ആ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ എറർ മിനിമൈസ് ചെയ്യുന്നു. എറർ മിനിമൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? predicted വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്യുമ്പോൾ എന്താ അർത്ഥം? നമ്മളുടെ predicted വാല്യൂവും ആക്ച്വൽ വാല്യൂവും വളരെ ക്ലോസ് ആയിട്ട് ഫിറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലെറ്റ് yi cap be the predicted value of yi, then the sum of the square of the error. yi എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വാല്യൂ. yi cap എന്ന് പറഞ്ഞാൽ predicted വാല്യൂ ആണെങ്കിൽ then the sum of the errors will be yi minus yi cap the whole squared. ഞാൻ നേരത്തെ പറഞ്ഞു. ഈ yi ക്യാപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഐ ദ ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതാം. സോ yi നമുക്ക് ഓൾറെഡി അറിയാം. yi എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വാല്യൂ ആണ്. ആക്ച്വൽ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിന്റെ ഈ predicted വാല്യൂനകത്തുള്ള ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ തിങ്. So find out the value of alpha and beta such that the error E is minimum. The estimators say alpha and beta should satisfy the form. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ഇക്വേഷൻ എടുത്തു. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. രണ്ട് രീതിയിൽ. ഇതിനകത്ത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫയും ബീറ്റയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡിഇ ബൈ ഡി ആൽഫ കണ്ടുപിടിക്കും, ഡിഇ ബൈ ഡി ബീറ്റ കണ്ടുപിടിക്കും. ദിസ് ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ്. ഡിഇ ബൈ ഡി ആൽഫ ആൻഡ് ഡിഇ ബൈ ഡി ബീറ്റ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് we can easily able to estimate the value of alpha and beta. Let us see how exactly it will work. The derivation occurs. ഇനി ഡിഇ ബി ഡി ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനകത്ത് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് വൈന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ റൈസ് ടു എന്നിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വിച്ച് ഈസ് ഈക്വലന്റ് ടു എൻ ഇൻറ്റു ഇതിനകത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n yi മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഐ ദ ഹോൾ സ്ക്വയർഡ്. അപ്പോൾ ഇതിനകത്ത് എന്നിന്റെ വാല്യൂ 2 ആണ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് n ഈസ് 2. സോ 2 into f of xy, n into f of xy raised to n minus 1. 2 into എന്ത് പറയാം? yi മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഐ ദ ഹോൾ raised to 1. So 2 into
yi minus alpha minus beta xi the whole raised to 1 that multiplied by d alpha ഈ കേസിൽ d by d alpha of yi minus alpha minus beta raised to beta cap xi എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് d by d ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ആൽഫ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആൽഫ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ മൈനസ് ആൽഫയുടെ ഡെറിവേറ്റീവ് എന്താണ്? d by d alpha of minus alpha is -1. അപ്പോൾ ആ -1 ഇത് വരുമ്പോഴാണ് we will get -2 into sigma I is equal to 1 to n yi minus alpha cap minus beta cap xi. ആൽഫ ക്യാപ്പും ബീറ്റ ക്യാപ്പും എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് ദി ന്യൂ വാല്യൂ. ഇത് ആക്ച്വൽ വാല്യൂ ആണ്, ഇത് പ്രെഡിക്റ്റഡ് വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അതുകൊണ്ടാണ് ക്യാപ്പ് ഇട്ടിരിക്കുന്നത്. xi is equal to 0. അപ്പോൾ നമ്മൾ -2 into sigma I is equal to 1 to yi minus alpha cap minus beta cap xi is equal to 0. ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ ഈ -2 കൊണ്ട് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ -2 പോവും. സിഗ്മ I is equal to 1 to n yi is equal to alpha cap സിഗ്മ I is equal to 1 to n alpha cap എന്ന് പറഞ്ഞാൽ എന്താണ്? n alpha cap plus beta cap into sigma I is equal to 1 to n xi. ഓക്കെ, ഇനി നമുക്ക് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനകത്ത് n ഇവിടെ ഉണ്ട്. ആൽഫ ക്യാപ്പ് is equal to എന്താണ്? സിഗ്മ I is equal to 1 to n yi divided by minus beta cap sigma I is equal to 1 to n xi the whole divided by n. That will be the value of alpha. ഇതിൽ നിന്ന് നമ്മൾ ആൽഫ കണ്ടുപിടിക്കും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? This can be written as alpha cap is equal to, you can write alpha cap is equal to, you can write alpha cap, sorry, alpha cap can be written as alpha cap can be is equal to sigma yi I is equal to 1 to n divided by n minus beta cap into sigma I is equal to 1 to n xi by n. ഇനി സിഗ്മ I is equal to 1 to n yi by n എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മീൻ വാല്യൂ ഓഫ് y. ഇപ്പൊ n ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ n ഔട്ട്പുട്ടിന്റെ സമ്മ് കണ്ടുപിടിച്ച് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? we will get the mean value of y. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? you can rewrite it as y bar. Y bar is the mean value minus beta cap into sigma xi by n എന്ന് പറഞ്ഞാൽ എന്താണ്? for I is equal to 1 to n xi, sum of xi divided by n is the mean minus beta cap into x bar. So നമ്മൾ ആൽഫ വാല്യൂ എന്താണ്? what you will get, the value of alpha is equal to y bar minus beta cap into x bar, where y bar and x bar are the mean. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു നമ്മൾ എന്താണ്? de by d ബീറ്റ കണ്ടുപിടിക്കുന്നു. d by d ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ എന്താ സംബന്ധിച്ച് ഇതിനകത്ത് ബീറ്റ ആണെന്ന ടേം ഒഴിച്ച് ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു xi വരും. xi വരുമ്പോൾ xiയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെ ഇത് റേസ് ടു 1 ഫംഗ്ഷൻ റേസ് ടു 1 മൾട്ടിപ്ലൈ മൈനസ് b വരുന്നതുകൊണ്ട് ഒരു മൈനസ് സിമ്പൽ ഇവിടെ വരുന്നുണ്ട്. ഈ xiയും വരും. d by d beta of beta cap xi എന്ന് പറഞ്ഞാൽ എന്താണ്? d by d beta of beta cap xi is the constant. xi into d by d beta cap of beta cap, that is 1. so minus xi ആയിരിക്കും വരുന്നത്. അതിന്റെ മൈനസ് വെളിയിൽ എടുക്കുമ്പോൾ this will becomes -2 into ഇതിന്റെ ഇത് വരും. so that is the, അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോൾ we will get this function d by d beta of beta x1 is xi into beta എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ into xi വരും. അപ്പോൾ sigma I is equal to 1 to n ഈ ഇക്വേഷൻ വരും into xi is equal to 0. ഇതിനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കും. sigma I is equal to 1 to n ഈ xi ഉള്ളിലോട്ട് എടുക്കുമ്പോൾ xi yi minus sigma I is equal to alpha cap into sigma I is equal to 1 to n xi. ഇത് രണ്ട് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ
xi വരും minus beta cap into sigma I is equal to 1 to n xi squared is equal to 0. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സിഗ്മ I is equal to 1 xi yi minus ഈ ആൽഫയെ നമ്മൾ പ്രീവിയസ് വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വാട്ട് ഈസ് ദ പ്രീവിയസ് വാല്യൂ ഓഫ് ആൽഫ? y cap y bar minus bx bar. So this alpha is substituted here. 1 is substituted here. So y bar minus b x beta cap x bar ആയിട്ട് മാറും. That is into xi. ഒരു xiയും കൂടെ അവിടെ വരും. Minus b cap xi squared. ഇനി അപ്പോൾ നമ്മൾ ഇനി അടുത്തതിലോട്ട് പോകുമ്പോൾ എന്താണ് yi minus y bar plus beta cap x bar minus beta cap xi into xi which is equal to 0. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? yi minus yi bar plus beta cap into xi x bar minus xi is equal to 0. അപ്പോൾ അതിൽ നിന്ന് ബീറ്റാ ക്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ബീറ്റാ ക്യാപ്പ് is equal to sigma I is equal to 1 to n yi minus yi bar y bar divided by xi minus xy bar. ഇതിവിടെ ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഈ this is the value of beta, so we will estimate the value of beta and alpha. Like alpha is equal to y bar minus beta cap x bar and beta is equal to sigma I is equal to 1 to n yi minus yi bar divided by sigma I is equal to 1 to n xi minus xi bar. ഇനി വേറൊരു രീതിയിൽ ബീറ്റ എഴുതാം. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by n minus 1 into sigma I is equal to 1 to n xi minus xi bar into yi minus yi bar. Okay. Divided by variance 1 by n minus 1 into xi minus xi bar the whole squared. അപ്പോൾ ഈ 1 by n minus 1 ഇതും വെട്ടിപ്പോവും. xi minus xi ബാറിന്റെ ഒരു ഇതും പോവും. അപ്പോൾ yi minus y bar divided by xi minus x bar എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് sigma I is equal to 1 to n yi minus y bar divided by xi minus x bar എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെയിം ബീറ്റയെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു y bar minus bx bar. അപ്പോൾ ഒരു സിമ്പിൾ ലീനിയർ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ദ എറർ ഈസ് മിനിമൈസ്ഡ്. അപ്പോൾ നമുക്ക് ഈ ആൽഫയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? യു ക്യാൻ റൈറ്റ് you can write any value of y. Model can be written y is equal to alpha plus beta xi എന്ന് നമുക്ക് എഴുതാം. yi is equal to alpha plus beta xi എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. So this is the way to estimate the value of alpha and beta such that the error is minimum. ഇനി ഇതിനകത്തൊരു സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതിനകത്ത് എക്സും വൈയും തരുന്നുണ്ട്. എക്സിന്റെ വാല്യൂസ് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നോക്കാം. So let us put the value of x here. x1 y1 ഇതാണ് ഇതാണ് ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ ആണ് ഇവിടെ എഴുതുന്നത്. എക്സിന്റെ വാല്യൂ 1 വന്നു, വൈയുടെ വാല്യൂ 1 വന്നു. കണ്ടോ? ദിസ് ഈസ് ദ ആക്ച്വൽ വാല്യൂ. രണ്ടാമത്തെ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2. സോ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ദി ആക്ച്വൽ വാല്യൂ. ഫോളോ ആയിട്ട് ഇരിക്കുന്നത് ആക്ച്വൽ വാല്യൂ. മൂന്നാമത്തത് എക്സ് ഇസ് ഇക്വൽ ടു 3, വൈ ഇസ് ഇക്വൽ ടു 1.3. ദിസ് ഈസ് 1ന് ശേഷം വരുന്ന ഒരു പോയിന്റ് ആണ് 1.3 ആൻഡ് എക്സ് ഇസ് ഇക്വൽ ടു 3. നാലാമത്തത് 4 and 3.75. 4ഉം 3.75 ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 5ഉം 2.25. ഇതാണ് ദിസ് ഈസ് ദി ആക്ച്വൽ വാല്യൂ. ഇനി നമ്മളുടെ യു ഹാവ് ടു ഫൈൻഡ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ഈ എത്ര പോയിന്റ്സ് ഉണ്ട്? 5 പോയിന്റ്സിലൂടെ ഏറ്റവും മിനിമം ആയിട്ട് എറർ വരുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. ദാറ്റ് ഈസ് സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൽഫ ആൻഡ് ബീറ്റ. ഹിയർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ? ഹിയർ ആൽഫ ഈസ്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ആൽഫ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ആൽഫ, ബീറ്റ ഈസ് ദി സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സച്ച് ദാറ്റ് ദിസ് എറർ ഈസ് മിനിമൈസ്ഡ്. അതായത് ഇറ്റ്സ് എ മിനിമൈസേഷൻ പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മീൻ എക്സ് ബാർ ആൻഡ് വൈ ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. എക്സ് ബാറിന്റെ വാല്യൂ എന്താണ്? ഇറ്റ്സ് ആക്ച്വലി യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1 plus 2 plus 3 plus 4 plus 5. That is 3 plus 3 6 plus 4 10 plus 5 15 by 5 which is equal to 3.
y ബാറിന്റെ വാല്യൂ എന്താണ് 1 plus 2 plus 1.3 plus 3.75 by 2 plus 2.25 divided by 5. So we have to find out x bar and y bar. X barന്റെ വാല്യൂ 3 y barന്റെ വാല്യൂ 2.06. Covariance of x bar y എന്ന് വെച്ചാൽ 1 by ഇതിനകത്ത് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 ഒബ്സർവേഷൻസ് ഉണ്ട്. n ന്റെ വാല്യൂ 5 ആണ്. 1 by n minus 1 into xi minus x bar into yi minus y bar plus x1 minus x അതിന്റെ അത്രയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് 1 minus 3 into xi 1 minus 3 into 1 minus 2.06 plus okay 2 minus 3 into 2 minus 1.2.06 that is the second. അങ്ങനെ അതിന്റെ എല്ലാത്തിന്റെ സം കണ്ടുപിടിക്കുന്നത് അതിനെ 1/4 ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഔട്ട് ദ കോവേരിയൻസ് കണ്ടുപിടിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 by n minus 1 into x minus x bar the whole squared. അതാണ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ ഇതും കണ്ടുപിടിക്കുന്നു. കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് വൈ വി വിൽ ഗെറ്റ് ദി ബീറ്റ. ദാറ്റ് ഈസ് 1.0625 ഡിവൈഡഡ് ബൈ 2.5 യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി. ബി ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ബീറ്റ ഓർ ബി. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? y bar minus beta into x bar. y barന്റെ value 2.06 minus beta value is 0.425 into x bar is 3. So the value of a is equal to 0.785. Therefore the linear regression model for this data is y is equal to 0.785 plus 0.425x. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ കേസിൽ what is the value of this y-intercept? The value of this y-intercept is 0.785. Okay. And the value of the slope is, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് എറർ മിനിമം ആണ്. ഈ പോയിന്റിലാണ് ഇച്ചിരി മാക്സിമം ആയിട്ട് എറർ വന്നിരിക്കുന്നത്. This is the closest line that fit very close to the actual data point. ഈ രണ്ട് പോയിന്റ്സിൽ എറർ കൂടുതലാണ്. ബട്ട് ദ മീൻ എറർ ഏകദേശം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രഡിക്റ്റഡ് മോഡൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ദാറ്റ് ക്ലിയർലി ഇവാലുവേറ്റ്സ് ദ വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഓർ എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ എറേഴ്സ് ആർ മിനിമൈസ്ഡ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ലീനിയർ റിഗ്രഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽ റിഗ്രഷൻ എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. Thank you all of you. So we will proceed about the polynomial regression in the